ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം. ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. യുവർ ഫാഷൻ, അവർ പാഷൻ. പാഞ്ഞാളിൽ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുകുന്ന വിഷയത്തിൽ പ്രതിഷേധവുമായി BJP രംഗത്ത്. ഇത്തരം ജനദ്രോഹപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകി ഒത്താശയേകുന്ന ഭരണസമിതിയാണ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലേതെന്ന് BJP കുറ്റപ്പെടുത്തി. വിഷയം പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പഞ്ചായത്ത് അധികാരികൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നും ആരോപണം. പ്രശ്നത്തിൽ പരാതി നൽകിയവരെ CPIM പാർട്ടിയുടെ പിൻബലത്തോടുകൂടി ഭീഷണിപ്പെടുത്തുകയാണെന്നും BJP ആരോപിച്ചു. ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരമുറകളുമായി BJP രംഗത്തിറങ്ങുമെന്നും BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ, സെക്രട്ടറി CC രാജൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് വീരമണി രാധാകൃഷ്ണൻ, പുഷ്പാകരൻ, എടശ്ശേരി വേണുഗോപാൽ എന്നിവർ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വളരെ ഞെട്ടലോടുകൂടെയാണ് നമ്മൾ റൈറ്റ് വിഷനിൽ ഈ വാർത്ത കാണാനിടയായത്. അതായത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലും ജലസ്രോതസ്സുകളിലേക്കൊക്കെ കക്കൂസ് മാലിന്യം തുറന്നുവിട്ട് ജനങ്ങളെ പരമാവധി ഉപദ്രവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ പാഞ്ഞാൾ പഞ്ചായത്തിൽ നിലവിലുള്ളത്. മാലിന്യമുക്ത കേരളം എന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ കേരളത്തിൽ ഇതുപോലെയുള്ള ജലസ്രോതസ്സുകളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിൽ ഇതുപോലെ ഉള്ള കക്കൂസ് മാലിന്യം തള്ളിവിടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ സംഭവമാണ്. 2 or 3 പരാതികൾ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ യാതൊരു നടപടികളും എടുത്തിട്ടില്ല. പാർട്ടിയുടെ പിൻബലത്തോടുകൂടെ ഇതിനാരെങ്കിലും ഇതിനെ എതിർത്ത് രംഗത്തേക്ക് വരുമ്പോൾ ആ ആളുകളെ ഭീഷണിപ്പെടുത്തിയും പല വിധത്തിൽ പേടിപ്പെടുത്തിയും നിർത്താനാണ് ഇവിടുത്തെ ആളുകളുടെ LDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെങ്കിൽ അതിന് ശക്തമായി BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തുണ്ടാവും, പ്രതികരിക്കും, മുമ്പിൽ നിന്ന് സമരം ചെയ്യും. ഇത് ആദ്യം നിത്യസംഭവമല്ല. ഇത് ഒരുപാട് തവണയായി ഇതുപോലുള്ള ജനദ്രോഹ നടപടികൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തും ചെയ്യാം. എന്തെങ്കിലും ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഇവിടെ MLA ഉണ്ട്, MP ഉണ്ട്. ഇതെല്ലാം LDFൻ്റെ ആളുകളാണ്. ഒരു ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനകരമായ ഒരു കാര്യം ചെയ്യാനായിട്ട് ആരെക്കൊണ്ടെങ്കിലും സാധിക്കുന്നുണ്ടോ? ഇതുപോലെ നാട്ടുകാർക്ക് ഉപദ്രവകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത്. ഇതിനെതിരെ ഈ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഈ ആളുകൾ ഇതിൽ ശക്തമായ മറുപടി അല്ലെങ്കിൽ അതിൻ്റെ നടപടികൾ സ്വീകരിക്കണം. നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ രംഗത്തുണ്ടാവും, സമരപരിപാടികൾ ആരംഭിക്കും. അവർക്ക് സംരക്ഷണം കൊടുക്കാനും ഇവിടുത്തെ BJP തയ്യാറായി നിൽക്കുകയാണ്.